എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഇയർഫോൺ വെച്ചേക്കുവായിരുന്നു, ഒന്നും കേട്ടില്ല. ചേച്ചി എന്തായാലും വാ. വിശേഷങ്ങളൊക്കെ പറഞ്ഞ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്തുവാ? ഇവിടുത്തെ പുത്രൻ എന്തേ? അവൻ മോളിലിരുന്ന് പബ്ജി കളിച്ച് മരിക്കും. ഞാൻ പിന്നെ 2 മണിക്കൂർ കൊണ്ട് ഇത് തന്നെ കളിച്ചോണ്ടിരിക്കുന്നത്. ബോറടിക്കുന്നു. ഇനി വേറെ വല്ല ചെയ്യാം. അതെ, ഞാൻ വീട്ടിൽ നിന്ന് വഴക്കിട്ട് നിരാഹാരം കിടന്ന് വന്നതേ നിന്റെ കൂടെ ഇവിടെ കിടന്ന് ഉറങ്ങാനല്ല, കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാ. പിന്നെ ഈ മഴയത്ത് എനിക്ക് കിടന്ന് ഉറങ്ങണം, പിന്നെ എന്തോ ചെയ്യാനാ? എന്തായാലും എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഹൊറർ സ്റ്റോറി പറയാം. നീ കേട്ടിരുന്നാ മതി, ഉറക്കമൊക്കെ പോകും. ഹൊറർ സ്റ്റോറിയോ? ഒരു നഗരത്തിൽ പഴക്കം ചെന്ന പ്രേതബാധ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ബോയ്സ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അവിടെ താമസിക്കാൻ എല്ലാവർക്കും ഒന്നും ധൈര്യമില്ല. കാരണം അതിനുള്ളിൽ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. പിന്നെ അവിടുത്തെ ഓരോ വാതിലിനും പിന്നിലും ഓരോ കഥയുണ്ട്. ചില മുറികളൊന്നും ആരും അങ്ങനെ തുറക്കാറില്ല. ഓരോ രാത്രിയും നിഗൂഢതകൾ നടക്കുന്ന ഒരു ഭയാനകമായ ഹോസ്റ്റൽ. ഏതാണ് ഹോസ്റ്റൽ? കരണ്ട് പോകാൻ പറ്റിയ സമയം. എനിക്കെങ്ങനെ അറിയാനാ? ചേച്ചി പോയി തുറക്ക്. ഞാൻ ഇതൊന്നെ പോയി തുറക്കാം? നിന്റെ വീട്ടിൽ നീ പോയി തുറക്കും. പേടിച്ചൊരു മൂലയ്ക്ക് ഇരുന്ന് പബ്ജി കളിച്ചോണ്ടിരുന്നപ്പോ കറണ്ടും പോയി, ഫോണിലെ നെറ്റും തീർന്നു. ഫോൺ ഓഫാക്കി വെച്ചപ്പോഴോ നിങ്ങൾ ഒടുക്കത്തെ പ്രേതക്കഥ. അത് ബോറടിച്ചപ്പോ ഇവരുടെ ഉറക്കം കളയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. എന്തായാലും ബാക്കി കഥ പറ, ഞാൻ ഇപ്പഴാ ഉറങ്ങുന്നില്ല. ബാക്കിയോ? ബാക്കി അറിയണമെങ്കിൽ മഹാരാജ ഹോസ്റ്റൽ കാണണം. അപ്പോ ബാക്കി കഥ ഈ സ്ക്രീനിൽ കാണാം.